500 കൊല്ലം മുമ്പ് മഅബറിൽ നിന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂമികൾ ഇവിടെ വന്നു. എന്നിട്ട് ഇൽമ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇൽമിനെ വീണ്ടും ജയിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ വലിയ വലിയ ശില്പികൾ ഇവിടെ വന്നു. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന് കേരളം കാണാൻ വലിയ കൊടിയുണ്ടായിരുന്നു. ഒരിക്കൽ ഇബ്നു ഹജർ കേരളത്തിൽ വന്നു എന്നാണ് ചരിത്രം. ഇബ്നു ഹജറിന്റെ ശിഷ്യനാണ് രണ്ടാം മഖ്ദൂം റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് ഫത്ഹുൽ മുഈൻ ഉണ്ടാക്കിയത്. അദ്ദേഹമാണ് കുഞ്ഞിപ്പള്ളി മരച്ചോട്ടിൽ കിടക്കുന്നത് മഹാനായ രണ്ടാം മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരാണ് ഫത്ഹുൽ മുഈൻ. ലോക പ്രശസ്ത കിതാബാണ് ഫത്ഹുൽ മുഈൻ. അല്ലാഹുവിന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കട്ടെ. ലോകത്ത് ഫത്ഹുൽ മുഈൻ പഠിപ്പിക്കാത്ത നാടില്ല. മക്കയിൽ നിങ്ങൾ കേരളം അല്ലാഹു ചെയ്ത ഒരു വഴി, കേരളത്തിനെ ശരിക്കും പഠിക്കണം. ഇതൊരു വല്ലാത്ത തൗഫീഖുള്ള നാടാണ്. ഇത് അല്ലാഹു ഈ ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. ഇവിടെ ഈ മാർഗത്തെ തൊട്ട് ആരും തെറ്റിപ്പോവുകയും വേണ്ട. ഈ മാർഗത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞവന് ഭാഗ്യക്കാരനാണ്. നിങ്ങൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട വലിയ വലിയ മശായിഖന്മാർ വന്നു. ഞാൻ പറഞ്ഞില്ല 500 കൊല്ലം മുമ്പ് മഅബറിൽ നിന്ന് വന്ന് മഖ്ദൂമിങ്ങൾ ഒന്നാം മഖ്ദൂം 25 കിതാബ് ഉണ്ടാക്കി. ഒന്നാം മഖ്ദൂം മഖ്ദൂമുൽ കബീർ 25 കിതാബ് ഉണ്ടാക്കി. മുത്തഫരിദ് അദ്കിയ അടക്കം 25 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്നാം മഖ്ദൂം റളിയല്ലാഹു അൻഹു. അതിൽപ്പെട്ട കിതാബാണ് മൻഖൂസ്. أنت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي أنت أمنا أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي ارتقبت على الخطا لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حولك للعطش سيدي خير النبي الصلاة على النبي والسلام على الرسول والحبيب العربي. മഅബറിൽ നിന്ന് വന്ന മഖ്ദൂമുൽ കബീർ 25 കിതാബ് ഉണ്ടാക്കി. ഇന്നും പള്ളി ചെന്ന ആദ്യം മൂടുന്ന ലോകത്തെ അനവധി തുടങ്ങി പഠിക്കുന്നവർ പഠിക്കുന്ന കിതാബാണ് മുത്തഫരിദ് ഉണ്ടാക്കിയത് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. പൊന്നാനി പള്ളിയുടെ നേരെ പുറത്തെ ആ മണലിന്റെ കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്നുറങ്ങുന്ന മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു ലോക പ്രശസ്തമായ 25 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്കിയ. ലോകം മുഴുവനും പഠിപ്പിക്കുന്ന കിതാബാണ് അദ്കിയ. ലോകം മുഴുവനും മിസ്രിൽ പഠിപ്പിക്കുന്നുണ്ട്, സുഡാനിൽ പഠിപ്പിക്കുന്നുണ്ട്, ലോക രാജ്യങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന കിതാബാണ് അദ്കിയ. തസവുഫിന് ഇത്രയേറെ ലളിതവും ഇത്രയേറെ മടക്കാൻ കഴിയാത്ത ശൈലിയിലുമുള്ള ഒരു അവതരണം തസവുഫിൽ ഉണ്ടാവില്ല. അത്രയും കിതാബാണ് ബഹുമാനപ്പെട്ട അദ്കിയ. ഉണ്ടാക്കിയത് 500 കൊല്ലം മുമ്പ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു, മലപ്പുറം ജില്ലക്കാരൻ. അവിടുത്തെ ഖബറും മലപ്പുറം ജില്ലയിൽ തന്നെ. ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ മക്കത്ത് ചെല്ലുക. മക്കയിൽ ചെന്നാല് മക്കയുടെ പരിശുദ്ധ കഅബാലയത്തിന്റെ മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയാലുള്ള വലിയ ഷോപ്പിംഗ് മാളുകളിലെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടമുള്ള സ്ഥാപനങ്ങൾ കുതുബ് ഖാനകളാണ്, മക്തബകളാണ്, വലിയ വലിയ ബുക്ക് സ്റ്റാളുകളാണ്. അവിടെ ക്ലോക്ക് ടവർ ബിൽഡിംഗ് ആയാലും വേണ്ടില്ല, അപ്പുറത്തെ ബിൽഡിംഗ് ആയാലും വേണ്ടില്ല, ആ ബിൽഡിങ്ങിലെ മാളുകളിൽ ഇന്നും ഏറ്റവും കച്ചവടമുള്ളത് കിതാബുകൾ വിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ്. ആ കിതാബ് വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾ ചെന്നിട്ട് ഈ ആനത്ത് ചോദിക്കുക. ഈ ആനത്ത് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്. ഈ ആനത്ത് ഗോഡാണ് പോവില്ല, കണ്ണിന്റെ മുന്നിൽ നിന്ന് എടുത്തു തരും. അതായത് ഏറ്റവും മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ ആനത്ത്. ഞാനത് പലവട്ടം പരീക്ഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഈ ആനത്തു ത്വാലിബീൻ ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമായ കിതാബാണ്, 4 വള്ളിയും. അത് കഅബാലയത്തിന്റെ പരിസരത്തുള്ള ഒരു കുത്തുബഖാനി ചെന്നിട്ട്, ഒരു മക്തബിൽ ചെന്നിട്ട്, ഒരു ബുക്ക് സ്റ്റാൾ ചെന്നിട്ട് ഈ ആനത്ത് തരി എന്ന് പറഞ്ഞാൽ അയാൾ ഗോഡൗണ് പോകേണ്ടി വരില്ല, നേരെ എടുത്തരും. എന്തുകൊണ്ട്? ആ ബുക്ക് സ്റ്റാളിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സാധനം ഈ ആനത്താണ്. അപ്പോഴല്ലേ മുന്നിൽ വെക്കുള്ളൂ. ഞാൻ അടുത്ത കാലത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. ഈ ആനത്ത് ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ്.
ആരാ എഴുതിയത്? സയ്യിദുൽ ബക്കരി. സയ്യിദുൽ ബക്കരി റളിയല്ലാഹു അൻഹു ഇആനത്തിൽ ഖാല ശൈഖുനാ ഖാല ഇമാമു ഖാല ശൈഖുനാ വല്ലദി യുരീദു ശൈഖുനാ, ശൈഖുന ഉദ്ദേശിക്കുന്ന കാര്യം, ശൈഖുന പറയുന്ന കാര്യം, ശൈഖുന പറയുന്നത് ആരെയാണെന്നറിയോ ജനങ്ങളെ? മലപ്പുറത്തിൻ കോഴിക്കോട്ടിന്റെയും കണ്ണൂരിന്റെയും ഇടയിൽ മലപ്പുറം അസിലിൽ നിന്ന് വന്ന് അവസാന ഉമ്മയുടെ നാടാണ് ചോമ്പാല്. ചോമ്പാലിൽ പോയി മരിച്ചേ. ബാപ്പാടെ നാട് പൊന്നാനി, ഉമ്മാടെ നാട് ചോമ്പാൽ. അവിടെ പോയി മരണപ്പെട്ടു. അങ്ങനെ കുഞ്ഞിപ്പള്ളിയുടെ ചോട്ടിൽ ഖബറായി. കാല ശൈഖുന എന്ന് സയ്യിദുൽ ബക്കരി ഹിജാസുകാരനാണ്. സയ്യിദുൽ ബക്കരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ശൈഖുന എന്ന് വിളിക്കുന്നത് ആ കുഞ്ഞിപ്പള്ളിയുടെ ചോട്ടിൽ, ആ മരത്തിന്റെ ചോട്ടിൽ കിടക്കുന്ന മഹാനായ രണ്ടാം മഖ്ദൂമിനെയാണ് റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അനവധി കിതാബുകളുടെ മുസന്നിഫീങ്ങൾ ഇവിടെ ഉണ്ടായി. ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത തന്റെ ഗ്രാമത്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് 28.5 കൊല്ലം കഴിഞ്ഞാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അതിൽ 12 കൊല്ലവും കേരളത്തിലാണ്. ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത 12 കൊല്ലം കോഴിക്കോട്ടും മലബാറിലും കേരളത്തിലും അദ്ദേഹത്തിന്റെ ജീവിതം. ലോക സഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത എത്ര നാട്ടിൽ പോയി. പക്ഷെ ഈ നാട്ടിലാണ് കൂടുതൽ താമസിച്ചത്. കാരണം ഇവിടുത്തെ ദീന് അവരെ അത്ഭുതപ്പെടുത്തി. ഇത് വല്ലാതെ ദീനുള്ള ഒരു നാടാണ്. പടച്ചോനെ പേടി, ദീന്, ഖൈറ്. ചിന്തിക്കി. ഒരിക്കൽ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നാമവും അടയാളവും അത്ര എളുപ്പത്തിൽ മായ്ച്ചു കളയാൻ കഴിയൂല. ഇത് അടയാളങ്ങളും നാമങ്ങളും മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ജനതയാണ് കേരളത്തിൽ. അഹ്ലു സുന്നത്തി വൽ ജമാഅ അഥവാ സത്യദീൻ. അല്ലാഹു ഇസ്സത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. എമ്പാടിയും മഹാന്മാര്, സ്വാലിഹീങ്ങള്, മുത്തഖീങ്ങള്, വലിയ 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 മശായിഖന്മാര്, ആരിഫീങ്ങള് ഒരു ചെറിയ പാത്രത്തില് കുറച്ചാളുകൾ അവിടെ ഇരുന്ന് ദിക്ർ ചെല്ലും. കുറ്റിച്ചിറ പള്ളിയുടെ ബാക്കിൽ ജിഫിരി ഹൗസ് ഉണ്ടായിരുന്നു. അവിടെ മുറ്റത്ത് കുറച്ചാളുകൾ ദിക്ർ ചെല്ലും. അപ്പോൾ അവർക്ക് ആ കൂടിയ 4 ആൾ 10 ആൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സെയ്ദ് ജിഫിരി പറയും. അപ്പോൾ സെയ്ദ് ജിഫിരിയുടെ വീട്ടിൽ അടുപ്പത്ത് നെയ്ച്ചോറ് വെക്കും. നെയ്ച്ചോറ് വെക്കാൻ വേണ്ടി ഒരുങ്ങിയാൽ സെയ്ദ് ജിഫിരി പറയും, അരി എടുക്കുന്നതിന് മുമ്പ് എന്നോട് പറയണേ. അങ്ങനെ അരി എടുക്കുന്ന സമയത്ത് പോകും. ഒരു പിടി അരി വാരിയിട്ട് അതിലിടും. അപ്പോൾ തന്നെ വരുന്ന ആളുകൾക്കറിയാം ഇന്ന് കാര്യമായ ആളുകൾ വരാനുണ്ട്, ദിക്ർ തീരൂല്ല. അപ്പോഴത്തിന് ടിപ്പു സുൽത്താൻ ആയിരക്കണക്കായ ആളുകളെയും കൊണ്ട് കോഴിക്കോട് എത്തും. എന്നിട്ട് ആത്ര പോന്ന പാത്രത്തിൽ ആ ആയിരക്കണക്കായ പട്ടാളക്കാരും ആ കൂടിയ ആളുകളെല്ലാം ഭക്ഷണം കഴിക്കും. അത്ര പോകുന്നൊരു പാത്രത്തിൽ. ഒരു ദിവസം വന്നപ്പോൾ കോഴിക്കോട് വെള്ളക്ഷാമമാണ്. ടിപ്പു സുൽത്താനും ആളുകളും വന്ന് അപ്പോൾ വെള്ളക്ഷാമമാണ്. വെള്ളക്ഷാമമായപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ടവർ സെയ്ദ് ജിഫിരി തങ്ങളോട് പറഞ്ഞു, ഇവിടുന്ന് സ്ഥലം നിർണയിച്ചാളി, എന്നാൽ ഞാൻ പണിയെടുപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ സ്ഥലം നിർണയിച്ചു കൊടുത്തു. അത് മാനവിക്രമൻ രാജാവിന്റെ സ്ഥലമായിരുന്നു. ആരോ പോയി മാനവിക്രമൻ രാജാവിനോട് പറഞ്ഞു, സെയ്ദ് ജിഫിരി കോഴിക്കോട്ട് വെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുളത്തിന് സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ടിപ്പു അതിന് തൊഴിലാളികളെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മാനവിക്രമൻ പറഞ്ഞു, എന്നാ സ്ഥലം നാം വിട്ടുകൊടുത്തിട്ടുണ്ട്. പിറ്റേന്ന് സെയ്ദ് ജിഫിരി തങ്ങൾ രാജാവിന്റെ സാന്നിധ്യത്തിൽ കുറ്റിയടിച്ചു. നേരെ മൈസൂരിൽ നിന്ന് തൊഴിലാളികൾ ഇറക്കി കൊടുത്തു. അങ്ങനെ ഉണ്ടാക്കിയതാണ് മാനാഞ്ചിറക്കുളം. അതാണ് മാനാഞ്ചിറക്കുളം. രാജാവിന്റെ ഭൂമി തൊഴിലാളികൾ മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നു. എന്ത്? നേരം വെളുക്കുന്നവരെ ഉറങ്ങാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സെയ്ദ് ജിഫിരി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സ്വീകരിക്കുന്ന ആളായിരുന്നു മഹാനായ ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇവിടെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം, ഇവിടെയുള്ള ആളുകളുടെ ഒരു മഹത്വമാണ് ഞാൻ ഈ പറയുന്നത്. വലിയ വലിയ ആശിഖീങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു. ആശിഖീങ്ങളിൽ പ്രധാനിയാണ് വെളിയങ്കോട് ഉമർ ഖാളി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ ആശിഖീങ്ങൾ ഇവിടെ ഉണ്ടായി. വലിയ റസൂലുള്ളാഹിനോട് ആശിഖുള്ളവര്, മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇവിടെ മൊത്ത ചരിത്രം, കേരളത്തിന്റെ ചരിത്രം ഒരു ഇഷ്കാണ്. സത്യത്തിൽ മിസ്റിലാണ് ബുർദ ഉള്ളത്. മിസ്ർ കഴിഞ്ഞാൽ പിന്നെ ബുർദ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള നാട് കേരളമാണ്.
മിസ്ർ കഴിഞ്ഞാൽ മിസ്റിന് അള്ളാഹു ഒരു തൗഫീഖ് കൊടുത്തിട്ടുണ്ട്. എന്തായിട്ടും ആ നാടിന് അവർ ഇസ്സത്തിന്റെ തൗഫീഖ് മിസ്റിലാണ്. ബുർദത്തു ഷരീഫ മിസ്റിലാണ് അത് ഉണ്ടാക്കിയത്. അതിൽ വലിയ വലിയ IAS പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ബുർദ കാണാതെ കിട്ടുന്ന ആളെ എനിക്കറിയാം. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി, വക്കീൽ, ഇവർക്കൊക്കെ ബുർദ കാണാതെ കിട്ടുന്നത് എനിക്കറിയാം. എത്രയോ പള്ളികളിൽ മിസ്റിൽ ഇപ്പോഴും ഉണ്ട്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ആളുകൾ എണീറ്റ് നിന്ന് ബുർദ ചൊല്ലിയിട്ടാണ് പിരിയുക. അലക്സാണ്ട്രിയയിൽ ഒരു പള്ളിയുണ്ട്. മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ കരയ്ക്ക് ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇതേപോലെയാണ്. വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞാൽ ബുർദ ചൊല്ലും, എന്നിട്ടാണ് പിരിയ. മിസ്ർ കഴിഞ്ഞാൽ ബുർദയ്ക്ക് ഏറ്റവും പ്രചാരമുള്ള നാട് കേരളം. ലോകത്ത് എന്ന് തുടങ്ങിയതാണ് ആ പ്രചാരം. കേരളത്തിൽ ഇതേ അവസ്ഥ തമിഴ്നാട്ടിൽ കാണാനില്ല, ഇതേ അവസ്ഥ കർണാടകത്തിൽ കാണാനില്ല. കേരളം അങ്ങനെയല്ല. കേരളത്തിൽ ഏകദേശം 800 കൊല്ലമായി ഇൽമിന്റെ മജ്ലിസിൽ ഇൽമിന് മുമ്പ് ബുർദ ചെല്ലാറുണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തുപോയി. അത് മജ്ലിസിൽ നിന്ന് ബുർദയെ രക്ഷപ്പെടുത്തിയതോ അതോ മജ്ലിസിന് ഗുരുത്തക്കേട് ഉണ്ടായത് എന്തോ അല്ലാഹു അഅലം. എന്തായാലും ചിലപ്പോൾ മജ്ലിസ് തന്നെ അട്ടിമറിഞ്ഞത് കൊണ്ട് മജ്ലിസുകളിൽ നിന്ന് ബുർദയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതുമാകാം. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തോന്നിയാസം വിളിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ ബുർദ ഇല്ല എന്നൊരു മോശമാണല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ബുർദയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയെന്നൊന്നും അറിയില്ല. എന്തായാലും 800 കൊല്ലത്തിന്റെ ചരിത്രം എന്റെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ആദവും മര്യാദ നഷ്ടപ്പെട്ടു പോയ ഈ കാലാണ് മാറ്റിവെച്ചാൽ ഒരു 15-20 കൊല്ലം മുമ്പ് വരെ ഒരു ഇൽമിന്റെ 4 വാക്ക് ഒരാൾ പറയണമെങ്കിൽ ബുർദ ചെല്ലണമെന്നത് കേരളത്തിന്റെ ഷർത്താണ്. ഇത് മിസ്ർ കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ബുർദക്ക് പ്രചാരമുള്ള നാട് കേരളമാണ്. കേരളത്തിന് ഇത് മാത്രം മതിയാവും രക്ഷപ്പെടാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ബുർദ ഫഇന്നഹാ തഅലു വലാ യുഅല അലൈഹ എന്ന് ഇമാം ബൂസൂരിയുടെ ഉസ്താദ് ഇമാം ബൂസൂരിയോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ബുർദ. ബുർദ മേലെയാകും, ബുർദയെ മറ്റൊന്ന് മേലെയാക്കൂല. ബുർദയെ മേലെയാകും, ബുർദയുടെ മേലെ ഇഷ്കിൽ ഖിയാമത്ത് നാൾ വരെ ഒരു കിതാബ് ഉണ്ടാവൂല. അത്ര വലിയ കിതാബാണ് ബുർദത്തു ഷരീഫ. ആ ബുർദ അമിൻ തദക്കുരി റാനിം ബിദി സലമി മസജ്തദ മൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി മൗലാ യസല്ലി വസല്ലിം ദായിമൻ അബദാ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ ഏതെങ്കിലും നേരത്ത് ബുർദ ചെല്ലുന്ന വീടുകൾ, പള്ളികൾ ഇഷ്ടം പോലെ കേരളത്തിൽ ഇന്നുണ്ട്. നബിയെ, അങ്ങ് ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതക്ക് ശിക്ഷ ഇറങ്ങുകയില്ല. യാ അല്ലാഹ്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നബിയെ, അങ്ങ് ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങൂല. നബി ഉണ്ടാകുന്നതിന് പകരമാണ് ദിക്റു സനാഇ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ സനാ, റസൂലുള്ളാഹിനെ പറ്റി പാടുക, പറയുക എപ്പോഴും. ഞാൻ ഇന്ന് നേരം വെളുത്തിട്ട് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, ഇന്നലെ പങ്കെടുത്തിട്ടുണ്ട്, നാളെ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കും. റബീഉൽ അവ്വലായോ? ഇല്ല. റബീഉൽ അവ്വലായാലും ആയില്ലെങ്കിലും ഇവിടുത്തെ കണക്ക് അങ്ങനെയാണ്. ഇവിടുത്തെ സ്വാലിഹീങ്ങളൊക്കെ എന്നും അങ്ങനെയാണ്. സ്വാലിഹീങ്ങൾ, ഇവിടെ മുത്തഖീങ്ങൾ, സാലിഹീങ്ങൾ, പടച്ചോനെ പേടിക്കുന്ന ആളുകളൊക്കെ 5 വക്ത് നിസ്കരിച്ചാൽ പിന്നെ മൗലിദോട് ചെയ്യുക. നിസ്കാരം കഴിഞ്ഞ് പിന്നെ അത്തിപ്പറ്റ മൈദീൻകുട്ടി മുസ്ലിയാരുമായി ഈ അടുത്ത ദിവസം ഒരു പരിപാടിയിലും ഞാൻ ഒരുമിച്ച് കൂടി. നേരം വൈകിയിട്ടുണ്ട്. ഭക്ഷണത്തിന് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മൗലിദോടാണ്. 4 വരി മൗലിദോദിൽ ചോറ് വിളമ്പിയാൽ മതി ഇന്ന്. അതായത് നിങ്ങൾ ചിന്തിക്കണം, ഒരു ജനതയിൽ പടച്ചോനെ പേടിക്കുന്ന ഈ ജനതന്റെ പ്രത്യേകതയാണത്. ഇവിടുത്തെ ഹാലിമീങ്ങളെ പ്രത്യേകതയാണ്, സൂഫിയാക്കളെ പ്രത്യേകതയാണ്, സ്വാലിഹീങ്ങളെ പ്രത്യേകതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാതെ ഒന്നും ചെയ്യൂല. ചിന്തിക്ക്. നബിയെ, അങ്ങൊരു ജനതയിൽ ഉണ്ടെങ്കിൽ ആ ജനതയിൽ ശിക്ഷ ഇറങ്ങുകയില്ല. ഒരു ജനതയിൽ മുത്തുനബി ഉണ്ടെങ്കിൽ ശിക്ഷ ഇറങ്ങൂല. മുത്ത് മുഹമ്മദ് മുസ്തഫ അവരൊക്കെ പറ മുത്ത് 1400 കൊല്ലത്തിന്റെ ചരിത്രത്തിൽ മലയാളത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും കമ്മി ആകുമ്പോഴത്തിന് ഉലമാക്കളാകട്ടെ തെര്യപ്പെടുത്തും.
ജനങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങും, പ്രശ്നങ്ങൾ പരിഹരിക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. പല ഘട്ടങ്ങളിലായി മങ്കൂസ് ഉണ്ടാക്കിയ കാലത്തല്ല പിന്നെ നടപ്പിലാക്കി. കടലുണ്ടിയിൽ 100 കൊല്ലം മുമ്പ് മങ്കൂസ് നടപ്പിലാക്കി. കടലുണ്ടിയിൽ 100 കൊല്ലം മുമ്പ് മങ്കൂസ് നടപ്പിലാക്കി. എന്തിന്? കടലുണ്ടിയിൽ പിന്നെ കോളറ ബാധിച്ചു. ഒരൊറ്റ വയറ്റ് നോക്കൊണ്ട് ജനങ്ങൾ മരിക്കാൻ തുടങ്ങി. അങ്ങനെ അധികരിച്ചപ്പോൾ കടലുണ്ടി ചാലിയം ഭാഗത്ത് മൗലിദ് നടപ്പിലാക്കി. മങ്കൂസ് ചോദിച്ചു നോക്കി, അത് അവരുടെ പേരക്കുട്ടിയാണ് ഇന്നത്തെ മുഹമ്മദ് കോയ ജമലുല്ലൈലി. ഇതൊക്കെ സ്ഥലത്ത് കൃത്യമാണ്. കോളറ മലബാറിൽ ബാധിച്ചപ്പോൾ പരിഹാരമായി മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട മഹാനായ മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു ഈ മുണ്ടക്കുളത്ത് ഈ എന്താ പറയുക, മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട് ഇവിടെ. ആ കൊണ്ടോടി അങ്ങോട്ട് കയറിയാൽ എടവണ്ണപ്പാറ എത്തുന്നതിന് മുമ്പ് മുണ്ടക്കുളം എന്നൊരു പ്രദേശമുണ്ട്. ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ 11 ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചു, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകൾ. അപ്പോൾ അവർ അക്കാലത്തെ ഒരു പ്രധാനപ്പെട്ട സൂഫിയായിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ സമീപിച്ചു. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതൊക്കെ കൃത്യം നമ്മളെ അമേരിക്കയിൽ പോണ്ട, നമ്മളെ തൊട്ടടുത്തുള്ള നാടാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ഇവിടെ ഈ കൊണ്ടോട്ടിന് അങ്ങോട്ട് കയറിയാൽ മുണ്ടക്കുളം എന്നൊരു നാടുണ്ട്. ആ നാട്ടിൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട 11 ആൾക്ക് ക്യാൻസറായി. നാട്ടുകാർ പേടിയായി. കാരണം ഉമറാക്കൾ പ്രധാനപ്പെട്ടവർക്കൊക്കെ ക്യാൻസർ. അപ്പോൾ ഇതൊരു ബല ആണെന്ന് അവർ മനസ്സിലാക്കി. അവർ നേരെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് പോയി. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ 10 കൊല്ലം മുമ്പാണ് ഈ സംഭവം. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് ചെന്നു. തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഉടനെ അവരോട് മാസത്തിൽ ഒരിക്കൽ ഒരു ജലാലിയ റാത്തീബും ഒരു മങ്കൂസും നടപ്പിലാക്കാൻ തീരുമാനിച്ചു. പറഞ്ഞു, അത് ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ കുഴപ്പമുണ്ടായില്ല. 6 കൊല്ലം മുമ്പ് എൻ്റെ മഹലിൽ ഒരു ബല ഉണ്ടായി. എൻ്റെ മഹലിൽ ഒരു ബല ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഈ പ്രദേശത്തുകാരനാണ് അന്ന് ഞങ്ങളുടെ മഹലിലെ ഖാളി അഷ്റഫ് മുസ്ലിയാർ എന്ന ഒരാൾ ഈ കൂനോൾമാട് ഇവിടെയുള്ള ഇവിടെ അല്ലേ, കൂനോൾമാട് ഇവിടെ അല്ലേ, അവിടെ കൂനാൾമാടുള്ള അഷ്റഫ് മുസ്ലിയാർ എന്ന അർമിയ മുസ്ലിയാരെ ശിഷ്യനായ അഷ്റഫ് മുസ്ലിയാരാണ് അന്ന് എൻ്റെ മഹലിലെ ഖാളി. 6 കൊല്ലം മുമ്പ് അങ്ങനെ ഞങ്ങൾ കുറച്ചാളുകൾ അത്തിപ്പറ്റ മൈദീനത്തോട് പോയി പറഞ്ഞു, നാട്ടിൽ വലിയൊരു ബല ആണ്, ഒരു സുഖമല്ല, പല ആളുകൾ രോഗികൾ, പല മുസീബത്തുകൾ, ഒരു പ്രയാസം, വലിയ ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എന്താ അതിന് ചെയ്യുക? ചിലർ ആക്സിഡൻറ്റിൽ മരിച്ചു, വലിയ വലിയ കൊമ്പന്മാർ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു. ചില ആളുകൾക്ക് വലിയ രോഗം, കുടുംബങ്ങളിലൊക്കെ പ്രയാസങ്ങൾ, മനുഷ്യന്മാർ തമ്മിൽ പിണക്കം അധികരിച്ചു, ഒരു സുഖമില്ലാതായി, പള്ളിയിൽ വലിയ മഹലിൽ വലിയ വിഷമത്തിലാണ്. വെള്ളിയാഴ്ച ജുമാക്ക് കൂടുമ്പോൾ പോലും ഒരു സമാധാനമില്ല. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ, അന്ന് ഞാനും ആ മജ്‌ലിസിലുണ്ട്, അപ്പോൾ പറഞ്ഞ്, നിങ്ങൾ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിരുന്നിട്ട് 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് ഒരു ചെറിയ ദുആ നടത്തിയതിന് ശേഷം ആരോടും പോകരുത് നേരത്തെ പറയുക. എന്നിട്ട് ആ അസ്മാവ് ബദറിന്റെ ബദർ ബൈത്തിലെ അസ്മാവ് മാത്രം അവിടെ ഇരുന്നൊന്ന് ചൊല്ലി തവസ്സൽനാ ബി ബിസ്മില്ലാ എന്നുള്ള ബൈത്തോടെ ചൊല്ലുക. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ചോളൂ എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം എൻ്റെ മഹലിൽ നടന്നിട്ടുണ്ട്. ആ ബലാ നീങ്ങിപ്പോയിട്ടുമുണ്ട്. ഇതൊക്കെ സാക്ഷിയടക്കാൻ ഞാൻ പറഞ്ഞത്. എന്താ കാരണം? ഈ നാടിനെ എന്നും സ്വാലിഹീങ്ങൾ നിയന്ത്രിച്ചു. എന്നും വലിയ വലിയ പണക്കാർ പ്രത്യക്ഷപ്പെട്ട ഇന്നും പണ്ടും ഒക്കെ ഈ നാടിനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളാണ് നിയന്ത്രിച്ചിട്ടുള്ളത്. വലിയ വലിയ സ്വാലിഹീങ്ങളാണ് ഈ നാടിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. കല്ലിൽ കൊട്ടിയതുപോലെ വിവരമുള്ള ആളുകൾ എമ്പാടും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ വലിയ മുതസഫിഫീങ്ങളായ സ്വാലിഹീങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹ് എന്ന് പറയുമ്പോഴത്തിന് പൊട്ടിക്കരയുന്ന ആളുകൾ ഉണ്ടായിരുന്നു എമ്പാടും. അതൊക്കെ സ്വഹാബത്തിന്റെ കാലം മുതലേ നമ്മുടെ നാടിൽ നിലനിന്നു കൊണ്ടിരിക്കുന്ന ഖൈറായ ഒരു സമ്പ്രദായമാണ്. ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമം വന്നപ്പോൾ ആ നന്മ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി അക്കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ വരക്കൽ ബഅലവി മുല്ലക്കോയത്തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരിനോടുകൂടെ 90 ആണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ മലയാളത്തിന് ലഭിച്ചിട്ടുള്ള ഇൽമിന്റെയും നിയന്ത്രണത്തിന്റെയും കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളീയത്തുൽ ഉലമ. അതാണ് ഇതിന്റെ അടിസ്ഥാനം. പുതിയതായ ഒന്നും കണ്ടെത്താൻ വേണ്ടിയല്ല, പുതിയതായ ഒരു രീതി ഉണ്ടാക്കാൻ വേണ്ടി അല്ല. എന്തിനാ ഇത് ഉണ്ടാക്കിയത്? ഇതിനൊരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യമില്ല, ഒന്നുമില്ല. മുഅ്മിനീങ്ങളുടെ എല്ലാ ഭൗതികവും പാരത്രികവും ആത്മീയവുമായ അഭിവൃദ്ധിക്കൊക്കെ ഉണ്ടാകണമെന്ന് തന്നെ
എന്താ ലക്ഷ്യം? നേരായ വഴിയിൽ നിന്ന് മുഅ്മിനീങ്ങൾ വ്യതിചരിക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ നേരായ വഴിയിൽ നിലനിർത്തുക എന്ന ലക്ഷ്യത്തിന് ആലിമീങ്ങൾ ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. അവരാരായിരുന്നു? അവരാ മുൻഗാമികളായ സാലിഹീങ്ങളുടെ പിന്തുടർച്ചക്കാരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞില്ലേ തങ്ങളെ ഒരു മഹത്വം. ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ബാലവി മുല്ലക്കോയ തങ്ങളുടെ മഹത്വം. എന്തിനാ ഇതുണ്ടാക്കിയത്? ഇതുണ്ടാക്കിയത് പഴയകാല നന്മയുടെ ആ അടിത്തറ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. ജനങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനത്തിൽ നിലകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ദീനിന്റെ പുറംപൂച്ചിൽ നിന്ന് മനുഷ്യർ പുറംപൂച്ചുകൊണ്ട് മാത്രം വഞ്ചിതരാകാതെ ഹക്കായ അടിത്തറയിൽ മനുഷ്യന്റെ നന്മ നിലനിൽക്കാൻ വേണ്ടിയാണ്. ഇതായിരുന്നു പഴയകാല സ്വാലിഹ്യങ്ങൾ നടപ്പിലാക്കിയത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. ഒരു പുതിയ തീരുമാനമോ ഒരു പുതിയ പ്രഖ്യാപനമോ ഉലമാഇന്റെ പ്രസ്ഥാനം നടത്തിയിട്ടില്ല. യഥാർത്ഥത്തിന്റെ ലക്ഷ്യം കുട്ടികൾ നടത്തുന്ന ഒരു പരിപാടിയാണ്. നിങ്ങളെല്ലാവരും അതിനെ സഹായിക്കണം എന്ന് വളരെ താഴ്മയായി ഞാൻ അപേക്ഷിക്കും. ഞാൻ നീട്ടി പറയുന്നില്ല, കുറഞ്ഞ വാക്ക് പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരും ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഒരു വഴിയിൽ നമ്മളെ ജനത നിലനിൽക്കണം. ബാക്കിയൊന്നും പേടിക്കണ്ട. ജലജലാലായ സുബ്ഹാൻ നമ്മൾ നേരായ വഴിക്ക് പോയാൽ ലാ യളുറുക്കും അല്ല ഇദഹ്തറൈതും, നീ നേരായ വഴിക്കാണ് എങ്കിൽ പിഴച്ചവർ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുകയില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നേരായ വഴിക്ക് പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. മനുഷ്യർ തമ്മിലുള്ള മതവിഭാഗത്തിലെ ആളുകൾ തമ്മിൽ സൗഹാർദ്ദം, സ്നേഹം ഇതൊക്കെ ഇവിടെ എമ്പാടുണ്ടായിട്ടുണ്ട്. ശത്രുതയില്ല, വലിയ നന്മ, മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ഇഷ്ടം പോലെ. ഗാന്ധിജിയുടെ മൂത്ത മകൻ പോലും ഇവിടെ വന്നു. എന്തിന്? ഈ നാടിനെ ഹരിലാൽ വന്നു. ഈ മലബാറിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ താമസിച്ചു ഹരിലാൽ. 1936 ഹരിലാൽ വന്നിട്ടുണ്ട്. മലബാറിലെ മുസ്ലിമീങ്ങളുടെ മാത്രം നേരിട്ടറിയാൻ 1936 നിങ്ങൾ ചിന്തിക്കി. അപ്പോൾ ഇവിടെ ഈ നന്മ മുസ്ലിം സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ നന്മക്ക് സ്വഹാബത്തിലേക്ക് നീറുന്ന ഒരു അടിത്തറയുണ്ട്. ആ അടിത്തറ ഒരു കാരണവശാലും നമ്മളിൽ നഷ്ടപ്പെടാൻ പാടില്ല. അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. സമസ്ത എന്നത് അത് കേവലം ഒരു സംഘടനയല്ല. പിന്നെ അതെന്താണ്? അത് ദീനിന്റെ ഒരു വേലിയാണ്. അതായത് ദീനല്ലാത്തതിനെ ജനങ്ങൾ ദീനായി തെറ്റിദ്ധരിക്കുമ്പോൾ, ദീനിനെ ദീനല്ലാതെയാക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യർക്ക് നേരിനെയും നേരുകേടിനെയും തിരിച്ചറിയാനുള്ള ഒരു വേലി, അതിനൊരു മാനദണ്ഡം ഇതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. അങ്ങനെയുള്ള സ്വാലിഹ്യങ്ങളാണ് അതിന്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ളത്. അവരൊക്കെ വലിയ ആരിഫ്യങ്ങളായിരുന്നു, വലിയ സിദ്ദീഖീങ്ങളായിരുന്നു. പാങ്ങില അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ, ബഹുമാനപ്പെട്ട റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലെ, ബഹുമാനപ്പെട്ട മഹാനായ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ പോലെ, വാളക്കുളം അബ്ദുൽ ബാരിയെ പോലെ വലിയ വലിയ മഹാന്മാർ. അല്ലാഹുവിനെ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് തന്ന ഒരു തൗഫീഖിന്, നമ്മളെ പൈതൃകത്തിനെ നമ്മൾ മറക്കരുത്. നമ്മൾ അവിടെ തന്നെ നിലകൊണ്ടാൽ തന്നെ മതി. നമുക്കിവിടെ എമ്പാടും വലിയ പൈതൃകമുണ്ട്. ഒരു നൂറ്റാണ്ടിനുള്ളിൽ തിരിഞ്ഞാൽ പോലും സിദ്ദീഖീങ്ങളായ ആരിഫീങ്ങൾ നമ്മളെ ഇഷ്ടം പോലെ നമ്മളെ കയ്യിന്റെ മുന്നിൽ, കണ്ണിന്റെ മുന്നിലുണ്ട്. വലിയ 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 സ്വാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും. അല്ലാഹു എന്നല്ലാത്ത യാതൊരു വിചാരവുമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖിയാണ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. കോഴിക്കോട്ടെ ജനാഢ്യന്മാരിൽ പ്രമുഖനായ ആ മനുഷ്യൻ സമുദായത്തിന് വേണ്ടി എല്ലാം കൊടുത്ത് മരിച്ചു. മക്കൾ സാധാരണ ഉപജീവന വഴികളിലൂടെ ഉപജീവനം നടത്തുന്ന സാധാരണക്കാരായ മക്കൾ, തങ്ങളുടെ മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ചെറിയ ഒരു പെട്ടിപ്പീടികയൊക്കെ നടത്തി അതുകൊണ്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് ഉപജീവനം നടത്തുന്ന മക്കൾ, തങ്ങളുടെ മക്കൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്നുണ്ട്. തങ്ങള് കോഴിക്കോട് വലിയങ്ങാടി മാർക്കറ്റിലെ ഏറ്റവും വിറ്റുവരവുള്ള പാണ്ഡികശാലകളുടെ ഓണറാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി. എല്ലാം
സമുദായത്തിന് സമർപ്പിച്ചിട്ട് മരിച്ചതാണ്. അവരാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ സ്ഥാപകൻ. അല്ലാഹു ദറജ ഏറ്റി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഉണ്ടാക്കിയതല്ല, ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് എല്ലാം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തതാണ്. കോടി സമ്പത്തിന്റെ അധിപനായിരുന്നു മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി റഹ്മഹുല്ലാഹ്. ഇവിടെ ലോക ചരിത്രത്തിലെ അത്ഭുതമുള്ള നാടാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം ഇങ്ങനെയാണ് ഇവിടെ കഴിയുന്നത്. ലോകത്തെ അത്ഭുതമാണ്. ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഭൂരിപക്ഷമുള്ള ജില്ലകൾ 55ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല മലപ്പുറം ജില്ല. ഈ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെ ഒരു മാതൃകയാണ്, അത്ഭുതകരമായ മാതൃകയാണ്. അത് തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്, പല ആളുകൾക്കും അതിൽ കയ്യുണ്ട്. പക്ഷേ ഞാൻ രണ്ട് കാര്യം നിങ്ങളോട്, ഒന്ന്, നിങ്ങൾക്ക് ഇത് തകർക്കാൻ കഴിയൂല, അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. രണ്ട്, ആ ആളുകൾ അത്തരം വിഫല ശ്രമങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾക്കത് കഴിയൂലെങ്കിലും സമുദായം നിങ്ങളെ മേൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അത് ശ്രദ്ധിക്കണം. ഇവിടെ എന്നാൽ ഒരു സന്തോഷകരമായ നാടാണ്. കുഞ്ഞീദ് മുസ്ലിയാരി എന്ന ഒരാൾ ഇവിടെ ഈ ഉള്ളിയേരി എന്ന സ്ഥലത്ത് കുഞ്ഞീദ് മുസ്ലിയാരി എന്ന ഒരാൾ 40 കൊല്ലം ഖാദി ചെയ്യുന്നു. കഴിഞ്ഞ 4 മാസം മുമ്പ് മരിച്ചു. നേരം വൈകിയോ? നേരം വൈകിട്ടില്ലല്ലോ, ഒരു 10 മിനിറ്റ്. കുഞ്ഞീദ് മുസ്ലിയാരി എന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ ഈ ഉള്ളിയേരി. എന്താ പറയാ, അത്തോളിയാണ് കഴിഞ്ഞിട്ട് നമ്മുടെ CH നാടുണ്ടല്ലോ, അത്തോളിയാണ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളിയേരി കുഞ്ഞീദ് മുസ്ലിയാരി എന്ന ഒരാൾ ജോലി ചെയ്തിരുന്നു പള്ളിക്കല്. 40 കൊല്ലം മരിച്ചു. അദ്ദേഹം വളാഞ്ചേരിക്കാരനാണ്. അപ്പോൾ അവിടെ ഈ കുഞ്ഞീദ് മുസ്ലിയാര്, നിങ്ങൾ ചിന്തിക്കണം, കുഞ്ഞീദ് മുസ്ലിയാര് നാട്ടിൽ എപ്പോഴെങ്കിലൊക്കെ നാട്ടിൽ പോകുള്ളൂ. അങ്ങനെ 40 കൊല്ലം അവിടെ ജോലി ചെയ്താണ്. വളാഞ്ചേരിക്കടുത്ത നാട്. എന്നാൽ നാട്ടിൽ കൊണ്ടുപോയി ആക്കുന്നത് ആരാന്നറിയോ? അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഹിന്ദു ഉണ്ടായിരുന്നു. ഒരു ഹിന്ദു ഉണ്ട്, അയാൾ എപ്പോഴും ഉണ്ട്. കരുണാകരൻ എന്ന പേരിൽ ഒരു ഹിന്ദു ഉണ്ട്, ഒരു ഹിന്ദു സഹോദരൻ. അയാൾക്ക് കാറുണ്ട്. അയാൾ എന്ത് ചെയ്യും? അയാള് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകണം. ഈ കരുണാകരൻ എന്ന ഒരാളുണ്ട് ഈ ഉള്ളിയേരി, ഇപ്പോഴും മരിച്ചിട്ടില്ല. അയാൾക്ക് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകണം. അയാൾ എന്ത് ചെയ്യും എന്നാല് സുബഹിന്റെ വാങ്ക് കൊടുക്കുന്ന ഒരു കണക്കാക്കിയിട്ട് പള്ളിക്കൽ വന്ന് പുറത്ത് ഇങ്ങനെ നിൽക്കും. സുബഹിന്റെ വാങ്ക് കൊടുത്ത് അതിന്റെ ഫജ്റിന്റെ നിസ്കാരം കഴിഞ്ഞ് ജമാഅത്തും കഴിഞ്ഞാൽ കുഞ്ഞേതൊലിയിൽ നേരെ ഇറങ്ങിയിട്ട് കരുണാകരന്റെ വണ്ടി കയറും. കരുണാകരൻ പോകും. കുഞ്ഞീദ് മുസ്ലിം പള്ളിക്കലെ കാളിയെ പൊരെ കൊണ്ടേ ആക്കിയിട്ട് കരുണാകരൻ എന്ന ഈ നല്ല മനസ്സുള്ള ഹിന്ദുവായ ഈ സഹോദരൻ നേരെ ഗുരുവായൂർക്ക് പോകും. ഇത് അനവധി കൊല്ലങ്ങൾ കഴിഞ്ഞേന്. ഞാൻ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിന് ചെന്ന് ഉള്ളിയേരി ചെന്നപ്പോൾ ഒരേ സ്ഥലത്ത് തലീക്കെട്ട് തൊപ്പിയും ഇട്ടവരും അതേ സ്ഥലത്ത് കാവിത്തും ഇട്ടവരും ആ കാളിയർ പാപ്പാന്റെ അനുസ്മരണത്തിന് വന്നിരിക്കുക. 2 വിഭാഗം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ നാടിലുള്ള ഒരു മഹത്വമായ നന്മയാണിത്. ഇത് നശിപ്പിക്കാൻ നിങ്ങൾ ആര് ശ്രമിച്ചാലും നിങ്ങൾ അള്ളാന്റെ കോടതി വെറുതെ വിടൂല എന്ന് ആ വിഭാഗങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഈ നാട് നശിപ്പിക്കാൻ ആരും നടക്കരുത്. ഇവിടെ നമുക്ക് മാത്രം ജീവിച്ചാൽ പോരാ, അതെല്ലാ വിഭാഗവും കണ്ടറിയണം, എല്ലാവരും ശ്രദ്ധിക്കണം, അതെല്ലാവരും കണക്കിലാക്കണം. ഇന്നാലിന്ന വിഭാഗം എന്നല്ല ഞാൻ ഈ പറയുന്നത്, എല്ലാ വിഭാഗവും കണക്കാക്കണം. ഇത് വല്ലാത്തൊരു നന്മയുള്ള നാടാണ്. ഞാനത് അത്ഭുതപ്പെടുക. ഇന്ന് ഈ കുഞ്ഞീദ് മുസ്ലിയാർ മരിച്ചിട്ട് 6 മാസമായുള്ളൂ. കല്യാണം, ഹിന്ദുക്കളുടെ കല്യാണം, അതേപോലെ തന്നെ എന്തെങ്കിലും വല്ല അടിയന്തരങ്ങൾ കാര്യങ്ങൾ ഒക്കെ എന്നായിരുന്നു തുടങ്ങിയത്. കളിയാട്ടുമുക്കില് ഉത്സവത്തിന് ഡേറ്റ് നിശ്ചയിച്ചു കൊടുക്കും. ആര് മാമ്പർച്ചപ്പാപ്പ. മനസ്സിലായില്ല. എല്ലാ അടിയന്തരങ്ങൾക്കും കുഞ്ഞീദ് മുസ്ലിയാർ. ഈ കുഞ്ഞീദ് മുസ്ലിയാർക്ക് അസലുണ്ട്. അതാരാ? അതാണ് നീളും, കുറെ നീളും, നൂറ്റാണ്ടുകൾ അപ്പുറത്തായി അസലുണ്ട്. ഹിന്ദുക്കളുടെ മാത്രം ഉത്സവമാണല്ലോ കളിയാട്ടുമുക്കിലെ ഉത്സവം. അതുകൊണ്ടല്ലേ കളിയാട്ടുമുക്കിന് പേരെന്നെ വന്നത്. മലബാറില് ചാത്തങ്കോട്ട് പുറം താലപ്പൊലി കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട താലപ്പൊലി കളിയാട്ടുമുക്കിലാണ്. ദിവസം നിശ്ചയിച്ചിരുന്നത്, ഡേറ്റ് കുംഭ ഇത്രാം തീയതി, തുലാം ഇത്രാം തീയതി, ചിങ്ങം ഇത്രാം തീയതി എന്ന ഡേറ്റ് നിശ്ചയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മൗലദ്ദവീല ഖുതുബുസ്സമാന. അതിന് ഹൈന്ദവ പ്രമാണിമാരെയും പ്രധാനികളെയും കൂട്ടിക്കൊണ്ട് കോണ്ടു നായർ തറവാട്ടിലേക്ക് വരും. അപ്പോൾ പറഞ്ഞു കൊടുക്കും ആര്? ഖുതുബുസ്സമാന്.
നിങ്ങൾ ഈ നാടിന്റെ നന്മ ചിന്തിക്കണം. ഇതിവിടെ നിലനിർത്തലാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ലക്ഷ്യം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സമസ്ത ഇവിടെ ഒരു വിധ്വംസംഗ സംഘടനയല്ല. സമസ്ത നിങ്ങൾ വിചാരിക്കുന്ന ഒരു സംഘടനയല്ല. ഇതാണ് സമസ്തയുടെ ലക്ഷ്യം, അതാണ് സമസ്തയുടെ ഉദ്ദേശ്യം. ജീവിതത്തിൽ സമസ്തയുടെ ഒരു പ്രഭാഷകൻ ഒരു ഭീകരവാദം പ്രസംഗിക്കൂല. കേരളത്തിൽ ലക്ഷക്കണക്കായ മാലിന്യങ്ങള്, ലക്ഷക്കണക്കായ പ്രഭാഷകന്മാർ, എഴുത്തുകാർ, ഇതിൽ നിന്നല്ലാതെ ബഹുമാനപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ചെയ്യരുത്. എന്തുകൊണ്ട്? എന്തൊന്നിനാണെങ്കിലും വിധ്വംസകവാദികൾ ഉണ്ടാകും. മാവോയിസ്റ്റുകളുമായി സൈന്യമോ പോലീസോ കൂട്ടിമുട്ടി കൊലപാതകം നടന്നിട്ടുണ്ട് ഈ ആഴ്ച നമ്മുടെ നാട്ടിൽ. ആ മാവോയിസ്റ്റുകൾക്ക് ഒരു അസിന് നാടുണ്ടാവും. അവിടെ നല്ല സമാധാനപ്രിയരുണ്ടാവും. അവരുടെ ലക്ഷ്യങ്ങളിലും സമാധാനത്തോടെ പ്രവർത്തിക്കുന്നവരുണ്ടാവും. മാവോയിസ്റ്റിലൂടെ ആ ലക്ഷ്യത്തെയോ ആ ആദർശത്തെയോ മനസ്സിലാക്കാൻ പാടില്ല. അവർ തീവ്രവാദികളാണ്. എന്നതുപോലത്തെ തീവ്രവാദികൾ എവിടെയുണ്ടാവും. നിങ്ങൾ ഹൈന്ദവ സഹോദരങ്ങൾ ഇന്നത്തെ ഈ ഭീകരവാദികളിൽ നിന്ന്, ചില്ലറ ഭീകരവാദികൾ, അത് എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവും. അവരിൽ നിന്ന് നിങ്ങൾ ഇസ്ലാമിനെ മനസ്സിലാക്കരുത്. ഇസ്ലാം ഭാരതത്തിലെ ഹിന്ദുക്കളും തമ്മിലുള്ള ബന്ധം പുണ്യനബിയുടെ കാലത്ത് തുടങ്ങിയ ബന്ധമാണ്. അതിന്റെ മുമ്പ് അറബികളുള്ള ബന്ധമാണ്. ചിന്തിക്കണം, അത് നശിക്കാൻ സമ്മതിക്കരുത്. വളരെ നമ്മൾ ഗൗരവമായി അത് ചിന്തിക്കണം. പള്ളിയുടെയും ക്ഷേത്രത്തിന്റെയും താക്കോല് ഒരേ വീടിൽ പാത്തു വെച്ച് സൂക്ഷിച്ചു വെച്ചിരുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന് അടിച്ചു വാരി നിന്ന ഹിന്ദു പെണ്ണ് നേരെ പള്ളിമുറ്റത്ത് അടിച്ചു വാരിയിട്ട് തിരിച്ചു പോകും. അങ്ങനത്തെ അനവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നു, അനവധി. മദ്രസ, എന്റെ കുട്ടിക്കാലത്ത് തുറന്ന് ഒരു ഹിന്ദുവായ സ്ത്രീ അടിച്ചു വാരി ഭംഗിയാക്കി വെക്കുന്ന സമ്പ്രദായം എന്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. ഞാനൊക്കെ കണ്ടനുഭവിച്ചതാ. ഇവിടെ സത്യത്തിനോട് ബന്ധപ്പെട്ട് മനുഷ്യസ്നേഹം പ്രഭാഷണം നടത്തി, മനുഷ്യസ്നേഹവും പ്രചരിപ്പിച്ച്, സന്താപത്തിലും സന്തോഷത്തിലും പരസ്പരം പങ്കുചേർന്ന് ഒരു ജനത ആയിരക്കണക്കായ കൊല്ലങ്ങളായി കഴിഞ്ഞു വന്നു. അതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടാകുന്നത് വരെ സംഘടനയുടെ പേരൊന്നുമില്ല. 1400 കൊല്ലായിട്ട് ഈ നന്മ ഇവിടെ നിലനിൽക്കുന്നു. അന്ന് സംഘടനയൊന്നും പേരിലില്ല. ഈ നന്മ ഇവിടെ ഇങ്ങനെ നിലനിന്ന് പോകും. നല്ല ആലിമീങ്ങള്, നല്ല ദർസുകള്, നല്ല കിതാബ് ചർച്ചകള്, ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും സഹകരിച്ച് ജീവിക്കുന്ന ജീവിതങ്ങൾ, ഇതൊക്കെ ഇവിടെ ഉണ്ടായി. അതിലങ്ങനെ പോകും. പക്ഷെ ഇടക്കാലത്ത് ചില താല്പര്യക്കാർ മതത്തിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചപ്പോൾ സംഘടനക്ക് അതിൻ്റെതായ അഡ്രസ്സും അതിൻ്റെതായ പ്രൊട്ടക്ഷനും വേണ്ടി വരും എന്ന് മനസ്സിലാക്കിയ ദീർഘദൃഷ്ടുക്കളായ മഹാന്മാരായ വരക്കൽ ബാലവി, മുല്ലക്കോയ തങ്ങളെ പോലെയുള്ള മഹാന്മാര് സമുദായ നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു വേലി മാത്രമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. മുൻഗാമികളായ സ്വാലിഹീങ്ങൾ നടപ്പിലാക്കിയ നന്മകൾ നടപ്പിലാക്കാൻ ഒരുമിച്ച് നിൽക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഫഅൻത ബാബുല്ലാഹി അയ്യുംരിഇൻ അതാഹു മിൻ ഗൈരിക ലാ യദ്ഖുലൂന. എല്ലാ റഹ്മത്തിന്റെ വാതിൽ മുഹമ്മദാണ്. വർക്കപ്പറ മുഹമ്മദാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചപ്പോൾ സ്വലാത്തിയല്ലേ എന്താ? അത് ആദം നബിക്ക് റഹ്മത്ത് കിട്ടണമെങ്കിൽ അതിന് മധ്യവർത്തി മുഹമ്മദാണ്. കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമല്ലേ. പക്ഷേ ചിന്തിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ കാരണം ഞാനായിരുന്നു പറഞ്ഞാൽ ഒരു വളരെ കൃത്യമാണ്. എന്തുകൊണ്ട്? ഏത് റഹ്മത്ത് ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ റഹ്മത്തിന്റെ മധ്യവർത്തി മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഇതാണ് എന്ത് ഒരു ബലാ ഉണ്ടാവുമ്പോഴത്തിന് മഹാന്മാർ എന്ത് ചെയ്തു? മൗലിദ് എഴുതി, മൗലിദ് ചൊല്ലിച്ചു, ബലാ ഉയർന്നു പോയി. ഈ അടുത്ത കാലഘട്ടത്തിലായി ഗൾഫിന്റെ അതിപ്രസരം വന്നു, പണം വന്നു, ഭൗതിക സൗകര്യങ്ങൾ, പുതിയ ഉപകരണങ്ങൾ വന്നപ്പോൾ മെല്ലെ 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 രാത്രി കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മൗലിദ് ഒത്തുമൊത്തും നമ്മളെ വീടുകളിൽ നിന്ന് മെല്ലെ മെല്ലെ എടുത്തുപോയി. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഈ പ്രഭാഷണത്തിൽ മർമ്മമായും ഞാൻ നിങ്ങളോട് പറയുന്നത്. ബാക്കിയൊക്കെ ഇലാഹിയാണ്, ആരും ബേജാറാവണ്ട, ഒക്കെ തിരിച്ചു വരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഈ അങ്ങാടിയിൽ ആവശ്യമില്ലാതെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഇറങ്ങിയാൽ ആ മനുഷ്യന്മാരെ തലയ്ക്ക് ശൈത്താൻ കയറുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇദാ ഖുർബത്തി ശംസു തൻതശിറു ശയാത്തീനു ഫിൽ അർളി ഹത്താ തദ്ഹറ ഖംഅത്തുൽ ഇശാഇ ഫക്തഫു സിബിയാനക്കും വഹബിസു മവാശിയക്കും. നിങ്ങൾ മഗ്‌രിബായി കഴിഞ്ഞാൽ കുട്ടികളെ പോലെ തന്നെ ഇറക്കരുത്. നിങ്ങൾ വൈകുന്നേരമായ ഞങ്ങളെ നാക്കാലികളെ പിടിച്ച് കെട്ടിടണം. കാരണം മഗ്‌രിബിന്റെ സമയം മുതൽ ഇശായുടെ ഇരുട്ട് പൂർത്തിയാകുന്നത് വരെ
ശൈത്താന്റെ സമയമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ മഗ്‌രിബ് ഇങ്ങനെ പള്ളി കയറിയാൽ ഇശാന്റെ ജമാഅത്തെ ഇനി ഇറങ്ങുള്ളൂ. ഇത് ഇപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയി. വീടാന്തരം ഒരു മങ്കൂസ് ഓടും. മഗ്‌രിബ് നിസ്കരിച്ചാൽ സ്വലാത്തുൽ അവ്വാബിന് 6 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു തബാറക്ക, ഒരു വാക്യ, ഒരു അലിഫ് ലാം മീം സജദ ഓടിയാൽ പിന്നെ ഒരു മങ്കൂസും കൂടി ഓടാൻ നേരം കിട്ടും ഇശാന്റെ മുമ്പ്. മങ്കൂസിന് 25 മിനിറ്റാണ്. മങ്കൂസിന് 25 മിനിറ്റ് കൊണ്ട് മങ്കൂസ് ഓടാം. അതുകൊണ്ടാണ് മങ്കൂസ് ആയത്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടെന്നാണ്. അതുകൊണ്ട് പഴയ കാലത്തെ ഉസ്താദുമാർ പറഞ്ഞിരുന്നു, മങ്കൂസിനെ 1-2 ആഴ്ച കുറക്കരുത്, മങ്കൂസ് ഓടിയാ പൂർത്തിയാക്കി ഓടണം. കാരണം മങ്കൂസ് തന്നെ മങ്കൂസാണ്. മനസ്സിലായില്ല? ചുരുക്കി ഉണ്ടാക്കിയതാണ് എന്ത് മങ്കൂസ്. നിങ്ങളായിട്ടൊന്ന് മങ്കൂസ് ആക്കണ്ടാണ് എന്ന്. അതായത് ഒരു 1.25 മണിക്കൂർ ഉണ്ടാവും മഗ്‌രിബ് ഇശായുടെ ഇടയിൽ. ഏത് കാലത്തും അതിൽ നമ്മൾ സാധാരണ സ്വാലിഹ്യങ്ങൾ എന്താ ചെയ്യുക? മഗ്‌രിബും അതിന്റെ 2 റക്അത്ത് സുന്നത്തും പിന്നെ 6 റക്അത്ത് സ്വലാത്തുൽ അവ്വാബി നിസ്കരിക്കും. സാധാരണ കണ്ണിയത്തടക്കള മാന്മാരൊക്കെ അങ്ങനെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു തബാറക്ക, ഒരു വാക്യ, ഒരു അലിഫ് ലാം മീം സജദ. അത് കഴിഞ്ഞാൽ പിന്നെ സൗകര്യം കിട്ടിയാൽ ഒരു റഹ്മാന്. പിന്നെ അവർക്ക് ഒരു 25 മിനിറ്റ് എങ്ങനെയായാലും കിട്ടും. എന്തിന്? ഇശാന്റെ മുമ്പ്. ആ 25 മിനിറ്റ് മതി. എന്തിന്? മങ്കൂസ് ഓടാൻ. അത് സ്ഥിരമായി പള്ളിനകത്തെ പള്ളി അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഓടും. വീടാന്തരം ഓടും. എന്റെ പൊരയിൽ ഓടിയിരുന്നു. പിന്നെ ഇശാന്റെ ബാങ്ക് കൊടുക്കും. ഹദ്ദാദ് ചെല്ലും. ജമാഅത്ത് ചില പള്ളിയിൽ നേരത്തെ ഹദ്ദാദ് ഉണ്ടാവും, ചില പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടും ഹദ്ദാദ് ഉണ്ടാവും. മുമ്പും ശേഷം അങ്ങനെ രണ്ട് തുരിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ ഈ രീതിയിലാണ് പഴയ കാലത്തെ നമ്മളെ നാടുകളുടെ അവസ്ഥ. അതുകൊണ്ടോ രോഗമില്ല, പ്രയാസമില്ല, അവറേജ് ഇങ്ങനെ ഒത്തുപോയി. ഇന്നോ ഒക്കെ രോഗമായി. എല്ലാവർക്കും രോഗം വയ്യ. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ പഴയകാല നന്മയിലേക്ക് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങളെ തിരിച്ചു പോകണം. എല്ലാ പൊരയിലും മൗലിദ് നടക്കണം. എല്ലാ പൊരയിലും കുട്ടികൾക്ക് അതിന്റെ പുറമെ ഒരു ഹദീസ് മൗലൂദ് ഓടുമ്പോൾ ഒരു വാക്കെങ്കിലും അവിടെ എന്ന് എണീറ്റ് മുത്തിന് മുഹമ്മദ് മുസ്തഫ എന്തെങ്കിലും ഒരു വാക്ക് റസൂലുള്ളാഹിനെ പറ്റി ആ കൂടിയവർക്ക് പറഞ്ഞു കൊടുക്കുക. നല്ല കാര്യമാണ്. കുട്ടികൾക്ക് വീടുകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിലൊരു 10 ആളെങ്കിലും എന്തൊക്കെ കാര്യത്തിന് വെറുതെ സൽക്കാരം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ റഹ്മത്തുൽ ആലമീന്റെ ഓർമ്മയല്ലേ? പരിസരത്തെ 10 ആൾ വന്നു, ഒന്ന് കൂടിയിരുന്ന് ഒരു ഹരീസ് മൗലിദ് ഓടി. ഇതിലെന്താ ഉണ്ടാകുക? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ ആ വീട്ടിലുള്ള ചെറിയ കുട്ടികളുണ്ടാവും. അവരെ തലയൊക്കെ കയറും. അങ്ങനെ ആളുണ്ട്. ഞങ്ങൾക്കൊരു നേതാവുണ്ട്. ഞങ്ങൾ വിട്ടയക്കിയ ഒരു സമുദായമല്ല, ഇല്ലാത്ത വിലയല്ല. ഞങ്ങൾക്ക് നേതാവുണ്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാ രംഗത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് അച്ചടക്കം ഉണ്ടായിരുന്നു, ദീനുണ്ടായിരുന്നു, നിസ്കാരത്തിന് ഖുശൂ ഉണ്ടായിരുന്നു. രോഗമില്ല. എന്ത് രോഗം? രോഗമില്ല. പകർച്ചവ്യാധിയില്ല, രോഗമില്ല, ഒന്നുമില്ല. എന്റെ വല്ലിപ്പാടെ മഹല്ലില് ഒരു കുളം ഉണ്ടായിരുന്നു. കുളത്തിന് ഉള്ളെടുത്തിട്ട് പള്ളിയൊക്കെ ഇങ്ങനെ കയറും. ആ കുളത്തിന്റെ ഒരു സൈഡിൽ ഒരു മിസ്വാക്ക്, ഒരു 1, 2, 3 മിസ്വാക്ക് ഉണ്ടാവും. വരുന്നവർ നേരെ അവിടെ ഇങ്ങനെ കല്ല് കൂട്ടി വെച്ച ഈ വെട്ടുകല്ലുമ്മ കൂടെ ഇങ്ങനെ ഇറങ്ങി കുളത്തിലിറങ്ങും. എന്നിട്ട് അവിടുന്ന് ആ ഭാഗം ഇങ്ങനെ ഇറക്കി കിട്ടിയ ഒരു കുളപ്പരയുണ്ടായിരുന്നു. ആ കുളപ്പരയുടെ അവിടെ ഓടിന്റെയോ മറ്റെവിടെയോ ഈ മിസ്വാക്ക് ഇങ്ങനെ വെക്കും. വരുന്നവരെല്ലാം ഇറങ്ങും. എന്നിട്ട് ആ വെള്ളത്തിൽ അതൊന്നിങ്ങനെ ഒന്ന് നനക്കും. എന്നിട്ട് പല്ല് വെക്കും. എന്നിട്ട് അതങ്ങനെ തന്നെ അവിടെ ഒന്ന് കഴുകും. അവിടെ തന്നെ വെക്കും. അടുത്ത ആൾ വരും. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? ഇത് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നാട്ടിൽ വയൽ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിക്കാണ്, അങ്ങനെ വേറുള്ളവരെ ബ്രഷ് ഉപയോഗിച്ചാൽ പല്ല് കൊഴിഞ്ഞാടൂലേ? പല്ലിപ്പം ഇപ്പഴാ കൊഴിഞ്ഞാടിയത്. എന്ത് ഒരു പാടല്ലേ അതൊക്കെ ജനങ്ങളെ. അതായത് വരുന്നവർക്കൊക്കെ ആകെ 1, 2, 3 മിസ്വാക്കുണ്ട്. അതേപോലെ തന്നെ ചെരുപ്പ് കാലൊക്കെ വരക്കാനുള്ള അവരെ ഇത്ര ഒന്നും കൂടെ ഒരു എന്താ പറയാ, ഒന്നും കൂടെ ഒന്ന് പരന്ന ഒരു ചെറിയ, അതേപോലെ തന്നെ ചകിരിയുടെ ഒരു മിസ്വാക്ക് കാലൊരക്കുണ്ടാവും. അതോ എല്ലാവർക്കും ഒന്ന് തന്നെ 1, 2 ഉണ്ടാവും ആ ഉള്ളുംകരയിൽ. അതെല്ലാവരും ഉപയോഗിക്കും. ഇന്നൊരു കുഴിനോക്കം പകർന്നിട്ടില്ല, ഒരു പല്ലും കൊഴിഞ്ഞാടിയിട്ടില്ല, ഒരു കുഴപ്പമില്ല, ഒരു രോഗമില്ല, ഒന്നുമില്ല. എല്ലാവരും അണ്ണാക്കിലും ഒരു മിസ്വാക്ക് തന്നെ കയറ്റും. വെറും മിസ്വാക്ക് തന്നെ കയറ്റും. കഴിഞ്ഞ് അതവിട്ട് ഒന്നിങ്ങനെ ആക്കി അടിച്ച് അടുത്ത ആൾ വന്ന്. എന്തേ ഉണ്ടായിട്ടില്ലേ?
പറയും മനുഷ്യന്മാർ ഉണ്ടായിട്ടില്ലേ? എത്ര സൂറുൽ മുഅ്മിനി ഷിഫാഉൻ, ഒരു മുഅ്മിന്റെ വായിലിട്ടത് മറ്റൊരു മുഅ്മിനിക്ക് മരുന്നാണ്. മുത്തുനബി പറഞ്ഞിട്ടില്ലേ? എന്താണ് ബോധം അന്തം വേണ്ടേ? മുത്തുനബി പറഞ്ഞിട്ടില്ലേ അത് ചെയ്യണം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരുത്തന്റെ വായിന്ന് എടുത്തത് മറ്റേയാൾക്ക് മുഅ്മിന് എന്താണ്? രോഗമല്ല. മുഅ്മിനാണെങ്കിൽ എന്താണ്? സൂറുൽ മുഅ്മിനി ഷിഫാഉൻ അല്ലേ പറഞ്ഞ്? സർക്കാരിന്റെ ഓഫീസിൽ പോയാൽ വെള്ളം കുടിക്കുന്ന രീതിയുണ്ട്, മദീനത്ത് വെള്ളം കുടിക്കാൻ വേറെ രീതിയുണ്ട്. എന്താ മദീനത്ത് വെള്ളം കുടിക്കുന്ന രീതി? സർക്കാരിന്റെ ഓഫീസിലോ യൂറോപ്യന്മാരുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലോ വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്താ? ഒരു വെള്ളപാത്രം ഉണ്ടാവും, ഒരു മഗ്ഗും ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം എടുക്കും, എന്നിട്ട് ഇങ്ങനെ തൊടാൻ പാടില്ല, അങ്ങനെ കുടിക്കണം. മദീനയിലെ വെള്ളം കുടിക്കൽ എങ്ങനെ? ഞാൻ കുടിക്കുന്നത് നബി നോക്കി നിൽക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ കേൾക്ക് കേൾക്ക്, ഞാൻ വെള്ളം കുടിക്കണ പാല് കുടിക്കണ നബി നോക്കി നിൽക്കും. ഇശ്റബി കുടിക്കെന്ന് പറയും എന്നോട്, ഞാൻ കുടിക്കും, നബി നോക്കി നിൽക്കും. നബിയുടെ വായ വെക്കുക അലാ മൗലിഇ ഫിയ്യ, ആ പാത്രത്തിൽ എന്റെ വായ വെച്ചോടത്താണ്. മനസ്സിലായില്ല? ഒരു പാത്രത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പാത്രത്തില് ഒരാൾ പാല് കുടിക്കുകയാണ് എങ്കിൽ മറ്റേ ആൾക്ക് അപ്പുറത്തുനിന്ന് കുടിച്ചാൽ മതിയല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇങ്ങനെ ചെയ്ത് ഒരാളിപ്പോ ഒരു പാൽപാത്രം കിട്ടി, ഒരു ഗ്ലാസ്സിൽ പാല് കിട്ടി, ഒരാൾ ഇവിടുന്ന് കുടിച്ച് പകുതിയാക്കിയാല് മറ്റേ ആൾക്ക് കൊടുത്താൽ ഇവിടെ ഇയാൾ വായ വെച്ചോടത്ത് അയാൾ ഉമിനീരുണ്ടാവും. അപ്പൊ നേരെ അങ്ങേ ഭാഗത്ത് നിന്ന് കുടിച്ചാലും ഉമിനീര് ഒഴിവാക്കി കിട്ടും. എന്നാൽ നബിയുടെ രീതി എങ്ങനെ? കുടിക്കണ ആള് കുടിക്കണ നബി നോക്കി നിൽക്കും. എന്നിട്ടോ പാറ പാറ എന്നിട്ട് എന്ത് ചെയ്യും? ആ ഭാഗത്ത് വായി വെക്കും. ഒരു മുഅ്മിനായ മനുഷ്യന് ഉമിനീര്, മറ്റൊരു മുഅ്മിനായ മനുഷ്യന് പാറ. പാറ ചെറുപ്പക്കാരെ, പാറ ചെറുപ്പക്കാരെ, മറ്റേ മുഅ്മിനത് മരുന്നാണ്, ഷിഫയാണ്, മരുന്നാണ്. എന്ത് പല്ലൊഴിഞ്ഞാണ്? ആ മിസ്വാക്ക് തൊള്ളയിലിടാൻ കഴിഞ്ഞ ഭാഗ്യ. കാരണം ഒരു വട്ടെങ്കിലും മങ്കൂസോടും, ഒരു വട്ടം ഷറഫലാൻമിയല്ലും, 1000 സ്വലാത്തിയല്ലും അങ്ങനത്തെ ഒരു മനുഷ്യന്റെ വായിലിട്ട് മറ്റേയാൾക്ക് ഷിഫ അല്ലാതെ പിന്നെ എന്താ ഉണ്ടാവുക? ഇന്നേതായാലും അത് ഒഴിവാക്കിയോ നന്നായി. കാരണം ആജാതി വായും കിട്ടണല്ലോ. നമ്മളെപ്പോലെ മന്തിയും കുഴിമന്തിയും ഖബർ മന്തിയും തിന്നണ പണി മാത്രമല്ലായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അവരെ വായിലിട്ടത് വായിലിട്ട ഷിഫ ഉണ്ടാവും. കാരണം അങ്ങനത്തെ അല്ലേ അവരൊരു ദിവസം എത്ര ആയത്തോടും, എത്ര റസൂലുള്ളാഹിന്റെ മദ്ഹിയല്ലും, എത്ര സ്വലാത്തിയല്ലും. അപ്പോൾ അത് ഷിഫയാണ്. മനുഷ്യരെ നമ്മളെ പൈതൃകത്തിലേക്ക് തിരിച്ചു പോകണം.